ചേച്ചി ഒരു വഴിയുണ്ട്. ആ സുട്ടു ഒരു ഐഡിയ ഉണ്ട്, അനിയത്തി പറഞ്ഞതാ. എന്താ പ്ലാൻ എന്താ? നീ നിന്റെ കൂട്ടുകാരായിട്ട് കരോളായിട്ട് വീട്ടിലേക്ക് വാ, എന്നിട്ട് അപ്പനും ആ കുരുപ്പും കാണാണ്ട് വീട്ടിന്റെ അകത്തേക്ക് കയറി. എന്നിട്ട് ഞാൻ ആ ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് പോവാം, നീ ബാക്ക് വഴി പുറത്തോട്ട് പൊക്കോ. അതിനാ ആ പ്രാന്തനെ ഞാൻ അങ്ങനെ പറ്റിക്കാനാ? എന്റെ അപ്പൻ എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ, ഇതേ ഉള്ളൂ പ്ലാൻ. ഞാൻ വൈകിട്ട് റെഡി ആയിട്ട് നിൽക്കും. അയ്യോ ഇത് പ്രാന്തമന് അല്ല, എന്റെ അപ്പം മനുഷ്യരി, ഞാൻ വിളിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും എന്നോട് ഒരു സ്നേഹവും ഇല്ല. നിന്നോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ലോ പറഞ്ഞു, ഉള്ളതുകൊണ്ടല്ലേ. നമുക്കിത് ശരിയാവില്ലടാ, നീ വിട്ടേക്ക്. എന്തുകൊണ്ട് ശരിയാവില്ല? അവരത്ര അടുത്തു പോയില്ലേ? നീ മിന്നണ്ട, നിനക്ക് അവളുടെ അനിയത്തിനല്ലേ നോട്ടം. നീയാണല്ലടാ അവളുടെ പിന്നാലെ നടക്കണ പിങ്കി പൂക്കി. പൂച്ചല്ല, പട്ടി. പട്ടി അവളുടെ പിന്നാലെ നടക്കണ പിങ്കി പൂക്കി. അത് പിന്നെ ഉറപ്പല്ലേ? അതെങ്ങാനും നീയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിന്നെ കല്ലൂട്ടാ. അതെന്ത് തോന്നിയ വശം? നിനക്ക് ചേച്ചിനെ പ്രേമിക്കാം, ഇവനാണ് ഇനി നോക്കിക്കൂടെ? അതിന് എന്നെ പോലെയാണ് ഇവൻ. നിന്നെ പോലൊരു ലോക തണ്ടിയെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ അവൾ അനിയത്തേക്ക് ഇവനെ പോലൊരു ലോക തോൽവിനെ പ്രേമിക്കാം. നിങ്ങൾ എന്താന്ന് വെച്ച് ചെയ്തോ, എന്നെ ഒഴിവാക്കിയേക്ക്. നമ്മളില്ല. എടാ ഓർമ്മ എന്തായാലും അവൾ ഇറങ്ങി വരും, പിന്നെ നമ്മളെന്തിനാ പേടിക്കുന്നത്? അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. പിന്നെ നമ്മളെന്തിനാ പോണേ? അവൾ ഇറങ്ങി വരില്ലേ? ശരിയാണല്ലോ. പിന്നെ എന്ത് തേങ്ങക്കേ പ്ലാൻ? എടാ വ്യാളികളെ നീയൊക്കെ അടിച്ച് കട്ടായ. ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല അവളുടെ വീട്ടിലൊരു ഭ്രാന്ത തന്തയുണ്ടെന്ന്. അതിന് എടാ അവളുടെ തന്തയ്ക്ക് എന്തോ സംശയമൊക്കെ ഉണ്ട്. പോരാത്തിന് പുള്ളി മെന്റലും കൂടിയാ. എപ്പോഴാ ഇളകണേന്ന് പറയാൻ പറ്റില്ല. ഓ, അപ്പൊ എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടാണല്ലോ ഈ സൽക്കാരം. ഇപ്പോഴെങ്കിലും നമ്മൾ അവൻ്റെ കൂടെ കണ്ടറാ. ഇനിയിപ്പോൾ എങ്ങനെ പറ്റിയില്ലെങ്കിലോ? അവളുടെ പ്ലാൻ കൊള്ളാട്ടാ. എന്റെ കാര്യം വരുമ്പോഴത്തേക്ക് അവള് തന്നെ നോക്കിക്കോളും. ഇവനെപ്പോലുള്ളതൊക്കെ അവൾ അനിയത്തിനെ പുറകടക്കണേ. ഊക്കിയാലും അവളുടെ ബോധം. എനിക്ക് വേണ്ടി ഇതെങ്കിലും ഒന്ന് ചെയ്യടാ. പണ്ടാരം. എടാ അവള് പറഞ്ഞ പോലെ ഇറങ്ങി വരുമല്ലോ അല്ലേ? എടാ പ്ലാൻ ഒക്കെ പക്കയാ, നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെന്താ ഇത് ഞാൻ അടിപൊളിയിട്ട് 4 കുറയായി. ഒറിജിനാലിറ്റി വേണമെങ്കിൽ ഇതൊക്കെ വേണം. ഒച്ച ഉണ്ടാക്കി പോണേ. ഇത് കരോള് പോണല്ല, പെണ്ണിനെ വിളിച്ചിറക്കാൻ പോണോ? നമ്മുടെ നാട്ടുകാരല്ലേ ഈ കൊട്ട് കേൾക്കുമ്പോൾ തന്നെ വാതിലടച്ച് മീറ്റിംഗ് കയറി. ഓ, എന്റെ പണ്ടാരം ഇങ്ങനെ കാണിക്കും. നടക്കാൻ കിടക്കും. ആ മക്കളെ ഇവിടെ കൂടെ ഒന്ന് തുള്ളിയിട്ട് പോടാ. എടാ അയാൾ എന്തെങ്കിലും കാണിച്ച് ഓടിച്ചു വിടറാ. എടാ പട്ടിയും പൂച്ച ഓടിക്കാനായിട്ട് മനുഷ്യനാണത്. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേടാ ഒച്ച ഉണ്ടാക്കാണ്ട് പോവാൻ. ഇനി വേറെ വഴിയൊന്നും തുള്ളാണ്ട് വാ. നമ്മളൊക്കെ എന്തിനു വന്നാടാ? നീ ഇത് പിടിച്ച്, ഞാൻ പൈസ ഇടാനുള്ള ബണ്ണാരം എടുത്തിട്ട് വരാം. ഇന്ന് പൈസ ഉണ്ടെങ്കിൽ മരിക്കും ഞാൻ. എടി ചേച്ചി, നിന്നെ അപ്പം വിളിക്കണ്ട്. നിങ്ങളുടെ അമ്മ മരിച്ചിട്ട് ഏറ്റവും സന്തോഷമുള്ള ദിവസം എന്നാണ്. ഇന്നെൻ്റെ മോളുടെ കല്യാണം ഉറപ്പിച്ചില്ലേ? അപ്പന്റെ സന്തോഷമല്ലേ എനിക്ക് വലുത്. മോളുടെ കല്യാണം ഉറപ്പിച്ച് ഇനി ഇവളുടെ കൂടെ ഒന്ന് ഉറപ്പിക്കണം. അപ്പോഴേ അപ്പനും സമാധാനമാവുള്ളൂ. ആ ഭാഗ്യം അപ്പനുണ്ടാവും. ഈ പ്രാങ്കയാണ് ഞാനും വന്നേട്ടാ. ഇനി മേലെ ആവർത്തിക്കാൻ നിൽക്കരുത്. വെള്ളം ഒഴിച്ച് അടിക്കടാ. എന്നാ വെള്ളം ഒഴിച്ചോറിനെ അടിച്ചോട്ടെ. ഞാൻ വിട്ടു തൊട്ടാല് കളക്ഷൻ തീരെ കുറവാ. 2 വീടിന്റെ അപ്പുറത്ത് അവളുടെ വീട്. അതുകൊണ്ട് കയറാൻ കിട്ടുന്ന വർഷം കളയണ്ടല്ലോ. ഇനി ഒറ്റണം മിണ്ടിപ്പോവരുത്. തുള്ളി തുള്ളി മനുഷ്യന്റെ പതയിളകി. ശരിയാ, അളിയും വല്ലാതെ ക്ഷീണിച്ച്. കുറച്ച് ജ്യൂസ് എടുക്കട്ടെ അളിയാ? കലക്കി തന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണം. ഡ്രൈ അടിക്കും ഞാൻ. വെള്ളം ഒഴിക്കാം, ഞാൻ കോപ്പൊഴിക്കാം. നീ മിന്നണ്ട. ഏതാണോ വ്യാളി? ഇതാ ഞാൻ പറഞ്ഞ ചെറുപ്പനിയനില്ലേ? ആ ക്രിസ്മസ് അപ്പൻ
എടാ കരോളൊക്കെ പാട്ടും പാടിയോടാ. ഹാപ്പിയേ ദൈവമേ, അലറാണ്ട് പാട്ട് പാടറാ, അതല്ലൊരു വൈബ്. അല്ലയാ നൈസായിട്ട് ആ ഭ്രാന്തിനെ ആ തുരുപ്പിന് ഇൻട്രോട്ട് കിടക്ക്. ആ ഗ്യാപ്പിന് ഞാൻ ഉള്ളി കയറി പോവാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ പാടാം. വേണ്ടപ്പാ, അവര് പാടിക്കോളൂ. നേരെ താഴേക്ക് കിട്ടോ, അവന്മാരവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അടക്ക വഴി അങ്ങ് എത്തിക്കോളാം. അളിയ പ്ലാൻ സക്സസ്. ശ്രദ്ധിക്കോ മോനെ. എടാ ഹാപ്പി ക്രിസ്മസ് അങ്കിളെ. വിഷയം മറക്കാൻ പറ്റാത്ത ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് അമ്മ. വാ പോവാം. അല്ല മകളെ, അപ്പൊ കാശ് വേണ്ടേപ്പാ? ചേട്ടാ ഫുൾ ഫ്രീയാ. പിന്നെ ഫ്രീ ഇത്ര നേരം കിടന്ന് അഴിഞ്ഞാടിയിട്ട് ഇനി നിങ്ങൾ തന്നേ ഇങ്ങോട്ട്. ശ്രീ അങ്ങനെ ഓടിപ്പോയില്ലേ? എനിക്കൊരു ഇഷ്ടമുണ്ട്. അത് ഞാൻ നിങ്ങളുടെ വേഗം വാടാ. കുടുംബത്തിലവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അറിയുമ്പോൾ മനസ്സറിഞ്ഞ് സഹായിക്കണം. അറിയാലോ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്കും. ആരാ പോട്ടെ ഏട്ടാ. ആരാ ചേട്ടാ ബാഗ്. താങ്ക്സ് ചേട്ടാ, എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ. അല്ല, നീ ഇതിൻ്റെ ഇടയിൽ നിന്ന് എവിടെ നിന്ന് കയറി വന്നു? ചേച്ചി ചാടാനുള്ള പ്ലാനായിട്ടേ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഗ്യാപ്പിൽ നമുക്കങ്ങ് ചാടാം. ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടുന്ന എനിക്ക് തോന്നാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ മാത്രം ചെയ്, ബാക്കിയായിരുന്നു ഞാനേറ്റ്. ആ ഒരു പ്ലാൻ ഉണ്ട്, അനിയത്തി പറഞ്ഞതാ. ഇതൊക്കെ എൻ്റെ പിങ്കിപ്പുക്കിയുടെ പ്ലാനായിരുന്നു. എന്നോടൊന്നും വേണ്ടായിരുന്നു കുട്ടി. പിങ്കപ്പൊക്കി നീ ഇറങ്ങി വന്നേ. എന്താ ഏട്ടാ? അവളോട് ജീവിതം നശിപ്പിച്ചാണ് രക്ഷപ്പെടണേ. അവന്റെ അവളറിയരുതട്ടാ. ഞങ്ങൾക്കും വേറെ വഴിയൊന്നും ഉണ്ടായില്ല ഏട്ടാ. സോറി. ചെല്ല് ചെല്ല്. പാട്ടേട്ടാ. വണ്ടി എടുത്തുണ്ടോ? അതിലും തുറക്കാൻ പറ്റില്ല. നാട്ടുകാർ പറഞ്ഞ അമ്മ അറിയും. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? എനിക്കറിയില്ല. അയ്യോ, അപ്പൊ എനിക്കറിയാൻ പാടില്ല ആരാണെന്ന്. കൺവിൻസ് ആയി. You have a message.